ക്ഷേത്രങ്ങളിൽ മോഷണം. കിഴക്കേക്കല്ലട ചീക്കൽ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലും ശാസ്താംകോട്ട പെരുവേലിക്കര ഭദ്രാഭുവനേശ്വരി ക്ഷേത്രത്തിലുമാണ് മോഷണം. 2 ക്ഷേത്രങ്ങളിലെയും കാണിക്കവഞ്ചികളാണ് മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 മണിയോടെയാണ് മോഷണം നടന്നത്. ചീക്കൽ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുണ്ടായിരുന്ന വഞ്ചിയാണ് ചൊവ്വാഴ്ച പുലർച്ചെ മോഷ്ടിച്ചത്. പണം അപഹരിച്ചതിനു ശേഷം വഞ്ചി സ്റ്റേജിന്റെ പിറകുവശം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇവിടെ മുഖം മറച്ച് മോഷണം നടത്തുന്ന 2 യുവാക്കളുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞു. കിഴക്കേക്കല്ലട പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1 മാസത്തെ വരുമാനം വഞ്ചിയിലുള്ളതായി പ്രസിഡന്റ് തുളസീധരൻ പിള്ള, സെക്രട്ടറി ഗോപകുമാർ എന്നിവർ അറിയിച്ചു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നിന്നും ജനുവരി 25-നും വലിയ ഉരുളി മോഷണം പോയിരുന്നു. അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ ഒരു പുരോഗതിയും ഇല്ലാതിരിക്കുമ്പോഴാണ് കാണിക്കവഞ്ചിയും മോഷ്ടിച്ചത്. ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:30-യോടെയാണ് മോഷണം നടന്നത്. ഭുവനേശ്വരി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ ഉപക്ഷേത്രങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന 6 കാണിക്കവഞ്ചികളാണ് മോഷ്ടിച്ചത്. പണം അപഹരിച്ച ശേഷം വഞ്ചികൾ ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രധാന ശ്രീകോവിലിന് മുന്നിൽ ചങ്ങലയിട്ട് പൂട്ടിവെച്ചിരുന്ന വലിയ വഞ്ചികൾ തുറക്കാൻ നോക്കിയതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ മോഷ്ടാക്കളായ 2 യുവാക്കളുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. മുഖം മറയ്ക്കാതെ എത്തിയവരിൽ ഒരാൾ ക്ഷേത്രത്തിനകത്ത് കിടക്കുന്നതും മറ്റൊരാൾ പുറത്തു നിൽക്കുന്നതും ദൃശ്യത്തിലുണ്ട്. ശാസ്താംകോട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ക്ഷേത്രങ്ങളുടെയും മോഷണത്തിന് പിന്നിൽ ഒരേ സംഘം തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.